തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇന്നെന്താണെന്നറിയോ, മീൻകറിയാണ്. മീൻകറി പിന്നെ ഇതാ ചിക്കൻ ഉണ്ട് കേട്ടോ. കണ്ടോ, ചൂട് 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 ഇതാ ചിക്കൻ വരട്ടിയത്. അപ്പം മീൻ വറക്കാനുള്ളതിൽ മസാല തിരുമ്പി അവിടെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉള്ളതും കൊണ്ട് കുട്ടികളൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വി സൗണ്ട് തീരെ വെക്കാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റ് വരില്ലേ. നിങ്ങളുടെ അവിടെ അതൊക്കെ പോട്ടെ, നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ? എത്രയിടത്ത് മഴ പെയ്തു? അവിടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല മഴയാണ്. നല്ല വെയിലാണെന്നല്ലേ പറയുന്നത്. ഇപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി നോക്കൂ, അധികം ചൂടോ വെയിലില്ല. ഇത് കൂടെ മുളകും മല്ലി ഉലുവയും പാടെ വറുത്തതാണ്. ഇത് കൂടെ 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കട്ടെ. അപ്പോൾ എല്ലാവരും മേമയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേമയൊക്കെ അവിടെ അപ്പുറത്ത് വർത്താനം വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേഗം കറി ആക്കട്ടെ വിചാരിച്ചു. പുളി പിഴിഞ്ഞിട്ട് നമ്മളിതാ തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് തോനക്കറി വേണമല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ കുറച്ച് ചെറുതാണ്. ഞാൻ കുറച്ച് വലിയ ചട്ടിയിൽ കറിയാക്കി വെച്ചു. ഇനി തികയില്ല പറഞ്ഞ് മാങ്ങക്കൂട്ടാൻ വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. പഴുത്ത മാങ്ങ എന്ത് അമ്മൂൻ്റെ വക വെളുത്തുള്ളി എങ്ങനെ നേരേക്കെന്ന് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു കൊടുക്ക്. എന്നിട്ട് ഇതിലില്ല, അവിടെയാണ്, ഉള്ളിലാണ് നമ്മുടെ. നമ്മൾ പച്ചമുളക്, ഇഞ്ചി, തക്കാളി കേട്ടോ. ഇല്ല, എന്ത് മീനാന്നറിയോ? അയിലച്ചൻ ഇതിലില്ല. ഇല്ലേ? ഇല്ല. ഇവിടെ മീൻകറി വെച്ച് കഴിഞ്ഞ് വെച്ചല്ലേ, മീൻകറിയത്തെ മീൻ അധികം വേണ്ട കേട്ടോ. കുട്ടികൾക്ക് വറുത്തതാണ് അധികം ഇഷ്ടം. അതാ മീനിട്ട് കൊടുക്കണ്ടേ. എനിക്ക് കറികളിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പം മീൻകറി ഉണ്ടാക്കണം. ഉണ്ണിപ്പെണ്ണി പുളിപ്പുള്ള മാങ്ങ എങ്ങനെയാ അച്ചു തിന്നുക? എന്തിരിക്കുവാണോ ഈ പല്ലൊക്കെ കോച്ചി അമ്മയുടെ. അമ്മ ചെറിയ ഉള്ളി ആദ്യം എടുക്കുമോ? ₹500 എന്ത് ഒരു തുണി? 500 രൂപയ്ക്ക് ഒരു തുണിയോ? 500 രൂപയ്ക്ക് ഒരു തുണിയൊന്നും വേണ്ട മുട്ടി. ഓർഡർ ചെയ്തേ. എന്താ അമ്മോ, വീട്ടിലിടാനുള്ളതോ പുറത്തിടാനുള്ളോ? പുറത്തിട്ടാലോ. ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലാക്കാൻ പറ്റുമോ? പൈസ ഉണ്ടോ നിൻ്റെ അടുത്ത്? എൻ്റെ അടുത്ത് അവൻ എന്നോട് ചോദിക്കണ്ടേ? അമ്മയിൽ പറഞ്ഞിട്ടുള്ള ഓർഡർ ചെയ്തു. ഞാൻ അത്ര വില ഉള്ളത് വിചാരിച്ചില്ല. ആകെ 300 രൂപയുടെ ഉള്ളിലുള്ള എടുത്താൽ മതിയെന്നേ. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. വെറുതെ പറഞ്ഞതപ്പോ? അമ്മ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വെറുതെ പറയാല്ലേ? അമ്മ പറഞ്ഞു കേട്ടിട്ട് പോയിട്ട് ഓർഡർ ചെയ്തു കേട്ടോ. എന്താ എല്ലാവരും ചോദിക്കും എന്താ അത്ര കൂട്ടാണ്? ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, നമുക്കപ്പോൾ കുറച്ച് തോനെ കൂട്ടാൻ വേണ്ടിയല്ലേ അമ്മോ? നമുക്ക് കുറച്ച് തോനെ കൂട്ടാൻ വേണ്ടിയല്ലേ? ഞങ്ങൾ ചെറിയൊരു കുടുംബമല്ലേ, അപ്പം അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് തോനെ വേണ്ടതും കൂടെ തോനെ കൂട്ടാൻ വയ്ക്കും. ഈ മീൻ കല്ലടിക്കോട് പുഴയ്ക്ക് ഈ 15 പേര് ഈ ഓട്ടോയിൽ പോകാൻ പറ്റും. ബസ്സാണ് പറഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ അല്ലേ. പിന്നെ എങ്ങനെ പോവുക അല്ലേ? കുളി കഴിഞ്ഞോ നിൻ്റെ? തൊലി കളയാൻ പറ്റുണ്ടോ? ഇല്ലല്ലോ. ചെയ്യ്. അവളെന്താ പറഞ്ഞറിയോ, വെളുത്തുള്ളിയൊക്കെ നേരേക്കാൻ ഈസി അല്ലേന്ന്. ഈസി അല്ലേ? ഈസി അല്ല പറഞ്ഞു. എൻ്റെ കൈ കൂടെ പറഞ്ഞു. അത് സാരല്ല. മീൻ നേരെ വെക്കുമ്പോഴോ അറപ്പാവും. കണ്ടോ, ഇതാണ് അവസ്ഥ. കുറേ ആൾക്കാരുണ്ട്, കുറേ സാധനങ്ങളും ഉണ്ട്. എന്ത്? ബഡാ ബസാറിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മണ്ണാർക്കാട് ബഡാ ബസാറിൽ പോയിട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇളക്കിയ മീൻ ഉടയിലേ ചോദിച്ചിരുന്നു. ഇതാട്ടോ മീൻ ഉടയില്ല. അതാണ്ടോ അങ്ങനെ വയ്ക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള രീതിയിൽ മീൻ ഉടക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും ഓരോന്നോ 2 വേണ്ടേ. അപ്പം അത് കാരണം ചുട്ടിയേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ബഡാ ബസാറിൽ ഉപ്പ് വാങ്ങാൻ പോയി പറഞ്ഞല്ലേ, ഉപ്പ് കമ്മിയുണ്ട്. പോയപ്പോൾ അവിടെ
കടയത്ത് വില ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ വാങ്ങാതെ വന്നു ചേട്ടാ. എന്നിട്ട് പാലക്കാട് എവിടെയോ കടയിൽ ഞങ്ങൾ കടയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള വില സത്യം. അമ്മേ തട്ടി തടഞ്ഞ് വീഴും. അപ്പം ഞാൻ ഉണ്ടോ അപ്പോൾ ഇതാ കൂട്ടാനായി. എനിക്കറിയില്ല പൊന്നാ അമ്മ മണ്ണാർക്കാടിനെ പറ്റിയൊന്നും സത്യം പറയാച്ച അമ്മയ്ക്ക് എവിടെ പുറത്തേക്ക് അമ്മ എവിടേക്കാണ് പോണത് കിച്ചു പറയുന്നു കേട്ടു. ഇല്ലേട്ടാ നമ്മൾ പുറത്തേക്ക് പോവുക പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ അറിയില്ല. KFC ഉണ്ട്, ചിക്കൻ ഉണ്ട്. നമ്മളത് കഴിച്ചിട്ടില്ലല്ലോ. റോസ്റ്റഡ് കഴിച്ചിട്ടുണ്ട്. റോസ്റ്റഡ് കഴിച്ചിട്ടുണ്ട്. റോസ്റ്റഡ് കഴിച്ചത് ഇന്നലെ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഇന്ന് അയിലയില്ല കേട്ടോ, ഇന്ന് അയിലച്ചമ്പാനാണ്. അപ്പോൾ അയിലച്ചമ്പാനും നത്തൾ മീനും. ഈ കണ്ടോ ഉടയില്ല. ചില കൂട്ടുകാർ പറയും ഇങ്ങനെ മീൻ ഉടച്ചിട്ട് മീൻ ഉടയ്ക്കാണ്ടാണ് കേട്ടോ നമ്മൾ. മീനിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ചേച്ചി മീൻ ഉടഞ്ഞു പോവും. നമ്മൾ വല്ലാണ്ട് ഇതാക്കിയിട്ട് ഉടയ്ക്കാതിരുന്നു. ഞാനിങ്ങനെ സൈഡിൽ കൂടെ മാത്രം ഇളക്കും. കറിയേ സാരല്ല കേട്ടോ. തോര അവൾക്കില്ലേ ഇങ്ങനെ അമ്മായി കാട്ടി പറ. അമ്മായി ഉള്ളി കാട്ടി 100 രൂപ മതിക്ക്. ഞങ്ങളെ 200 രൂപ കറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഉമ്മനേരി പോവാൻ വേണ്ടി നിൽക്കട്ടോ. ബാക്കി 1 രൂപ അമ്മയ്ക്ക് തിരിച്ചും തരാം. അപ്പോൾ അമ്മൂന് എന്തോ വേണം പറയണേ. എത്ര നേരം അമ്മൂൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പം എൻ്റെ കയ്യിൽ 100 രൂപയ്ക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് അമ്മയ്ക്ക് ആ 100 രൂപ തന്നോ, ഞാൻ അമ്മയ്ക്ക് 200 രൂപ തരാന്ന്. അമ്മയ്ക്ക് 200 രൂപ തരാന്നല്ല, 100 രൂപയ്ക്ക് കൂടി എനിക്ക് തായോ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങണ്ട. ഇതാട്ടോ ചെറിയ ഉള്ളി ഇതാ. വാങ്ങിക്കോളി. ചേട്ടാ അവര് വേണ്ടത് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ വാങ്ങിക്കോളി. അച്ഛൻ ഇതിനൊരു അടപ്പെടുത്തിട്ട് പോയോ. എന്നിട്ട് വാങ്ങിയിട്ട് ചേട്ടാ ഇവര് ഉപയോഗിക്കാച്ച കുഴപ്പമില്ല. ഇത് ഉപയോഗിക്കാണ്ട് വെറുതെ പൈസ ആദ്യം എടുത്തിട്ട് തേക്ക്. എന്നിട്ടല്ലേ അവൾ എവിടേക്കും പോകുമ്പോ തേക്കൂല. വേഗം കൊണ്ടുപോവാ. എന്ത് അമ്മോൻ പിന്നെ തള്ളു വിട്ടാണ് മറിക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ, ദൈവമേ ഇല്ലാത്ത കാര്യം പറയുന്ന നോക്കിയോക്കെ അവള്. അതന്നെ ഇല്ല കേട്ടമ്മ, നോണോ അറിയാം അവള്. നോണ അറിയും. അവള് സത്യമൊക്കെ പറയുന്നത്. ഇനി ഉണ്ടാകുമ്പോട്ട് ഇതുപോലെ വല്ല സത്യങ്ങളും ഒരുപാടുണ്ട്. കയ്യിന്റെ മണം പോവാൻ ഞാൻ എന്ത് ചെയ്യാൻ? കയ്യിന്റെ മണം പോവാൻ എന്ത് ചെയ്യണമെന്നോ? കയ്യിന്റെ മണമൊക്കെ പോവും. പനി പിടിച്ചു. പനിയല്ല, മേലും കൈയും കാര്യങ്ങളൊക്കെ വയ്യ. പനിയുടെ മരുന്ന് കഴിച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ. അവിടെ നിന്ന് വന്നപ്പോൾ മുതൽ അമ്മയ്ക്കും വയ്യ. ഇല്ലേട്ടാ അവിടെ ഇരിക്കുന്ന പാട്ടിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞില്ലേ. പനിയുടെ ഇടയ്ക്ക് വരികയും ചെയ്തില്ലേ. ഇതിലൊന്നുമില്ല കേട്ടോ. അത് രാവിലെ ചമ്മന്തി അരച്ചിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു നല്ലൊരു കാര്യമായില്ലേ. ആയില്ലേ. ഈ മീനില്ലേ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനല്ലേ നത്തള്. നമ്മുടെ ഇവിടെ ഇതിന് നത്തൾ മീൻ എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ നല്ല പണിയല്ലേ? നേരെയൊക്കെ നല്ല പണിയാണ്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോഴേ നല്ലൊരു രസകരമായ ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു മറുപടി പറയട്ടെ ഞാൻ. ഞങ്ങൾ വന്ന ദിവസം നിങ്ങൾ ഇലയും പടലും ആണോ കൊടുക്കണത്,
ഇറച്ചി മീനൊന്നും വാങ്ങണില്ലേന്ന്. വന്നപ്പോൾ മുതൽ നമ്മൾ ഇറച്ചി മീനും ഇവിടെ വാങ്ങാറുണ്ട് കേട്ടോ. കഴിക്കുന്ന വീഡിയോസൊന്നും നിങ്ങൾ കാണാറില്ലല്ലോ. അപ്പോൾ വന്നന്ന് മോര് കാച്ചിയത് ഉണ്ടാക്കിയ ദിവസം ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം വീട്ടിൽ നിന്ന് അമ്മയും ഏട്ടൻ്റെ മോനും വന്ന സമയത്ത് നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോൾ 2 തരത്തിൽ ചിക്കൻ വെച്ചത് കാണിച്ചിരുന്നല്ലോ. അടുത്ത ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാരണമാണ് പിന്നെ വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും വേണ്ടുള്ളൂ. അപ്പം അത് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവർ വൈകുന്നേരത്തായിരിക്കും വരുമെന്ന് വിചാരിച്ച് അവർ ഉച്ചയ്ക്ക് വന്നു. ഇന്നേ വരെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറേ ഇല്ല. ഉള്ളതല്ല എന്താ നമുക്ക് സാധിക്കണം. ഇപ്പം ഇന്നലെ ചിക്കൻ ഉണ്ട്, മിഞ്ഞാന്ന് മീൻ വാങ്ങി. ഇപ്പം നാളെ നമ്മൾ ഇനി ഇവർ ബീഫ് അവിടെ വാങ്ങില്ല. അപ്പം അതെന്താ വെച്ചാൽ ഞാൻ നാളെ ചിക്കൻ ബിരിയാണി വെക്കണം വിചാരിച്ചിട്ടാണ്. ഉണ്ണിപ്പണിന് വേണ്ടല്ലേ ബിറാണി? ബിരിയാണി വേണ്ടല്ലോ. നമ്മൾ ഉള്ളതുപോലെ നമ്മളെല്ലാവർക്കും ചെയ്യും. അതാര് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇവർ ചെയ്യട്ടെ എന്നൊന്നും നമ്മൾ നിൽക്കില്ല കേട്ടോ. എന്തിനാ അത് പറഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് കാണുന്നില്ലല്ലോ. അത് കാരണമായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം മാറിയേനെ. പിന്നെ ഇന്നലെ മത്തൻ്റെല താളിച്ചത് ഞങ്ങൾ പാലക്കാട് പോയിക്കായിരുന്നു കേട്ടോ. പാലക്കാട് പോയിട്ട് വരുമ്പോൾ നമ്മൾ നേരം വൈകിയപ്പോഴേക്കും അമ്മ മത്തൻ്റെല താളിച്ചതാണ്. എന്തൊക്കെ നമ്മൾ എന്താ ചെയ്യണത് ചിലപ്പോൾ കഴിക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണില്ല. ചിലപ്പോൾ കടയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും മന്തിയോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും. നമ്മൾ എല്ലാവരും വരുമ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ? അപ്പോൾ അത് കാരണം എടുക്കണില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 24 മണിക്കൂറും നമുക്ക് ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് കാണിക്കാൻ പറ്റില്ല. നമ്മുടേതായ കുറച്ച് സ്വകാര്യതകളൊക്കെ നമുക്ക് വേണ്ടേ ചൂ വേണോ? മന്തി കണ്ടാൽ ചാടി പറയണ മക്കൾക്ക് മന്തി വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പം പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ബിരിയാണീനേക്കാളിലധികം മന്തി ആയിരിക്കും ഉണ്ടാവുക. കാരണം മന്തി ഉണ്ടാക്കാനാണ് തോന്നുന്നു സുഖം. എനിക്ക് മന്തി ഉണ്ടാക്കാനാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ മന്തി എങ്ങനെ ഉണ്ട്? അപ്പം ഇനി മന്തി ഉണ്ടാക്കണ്ടല്ലോ. ബിരിയാണിയോ? അതിനേക്കാളും നല്ല കുഴിമന്തിയാണ്. മീൻ വറുത്തത് ഇനി ബാക്കി വൈകുന്നേരത്തേക്ക് വറുക്കാം കേട്ടോ. അല്ലേ വൈകുന്നേരം ഇതെന്താ അങ്ങനെ പതച്ച് വരുന്നതെന്നറിയോ? നേരത്തെ വറുത്തത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ അതിൽ ഓയിൽ ഒഴിച്ചതാണ്. അപ്പം അതിങ്ങനെ പതച്ച് വരും. ഭാഗ്യത്തിന് മണ്ണെണ്ണ നടത്തിരിക്കാൻ നന്നായി. മണ്ണെണ്ണ നടത്തി കഴിഞ്ഞാൽ നന്നായി അറിയാം. മണ്ണെണ്ണ മീൻ വറുക്കെടുത്ത് മണ്ണെണ്ണ വെക്കാൻ നന്നായി അറിയാം. ഇതിൻ്റെ ഇടയിൽ കൂടെ അതെടുത്ത് ഒഴിച്ചായിരുന്നു. പിന്നെ എന്താ പറയുന്നത്? എന്താ അച്ചോ ഒന്ന് പറ അച്ചോ, ഒന്ന് സപ്പോർട്ട് ചെയ്യോ. അച്ഛ അങ്ങനെയൊക്കെ പറയും. അച്ഛോ അമ്മേനെ സപ്പോർട്ട് ചെയ്താലേ തിന്നാൻ കിട്ടുള്ളൂ. അച്ഛനെ സപ്പോർട്ട് ചെയ്താൽ തിന്നാൻ കിട്ടുമോ? അച്ഛൻ കൊണ്ടുവന്നാലല്ലേ തിന്നാൻ പറ്റുള്ളൂ അല്ലേ? എന്താ ഇങ്ങനെ പറയുന്നത്? അവൾക്ക് മനസ്സിലായിട്ടില്ലേ അല്ലേ? നമ്മൾ റബ്ബർ തൊടി പോയിട്ട് വിറക് കൊണ്ടുവന്നിട്ട് ആ വിറകില്ലേ ചതല് പിടിച്ചു വിട്ടാ നല്ല കാര്യമായിട്ട് വരണം. അവിടെ പോയി തിന്നോട്ടെ ചെതലേ. പച്ചക്കറി ഇതിനെ പച്ചക്കറി വന്നപ്പോ വാങ്ങിയതാണ്. കുമ്പളങ്ങ കുട്ടി, കായ, വെണ്ടയ്ക്ക, ഉള്ളി. വെണ്ടയ്ക്ക കുട്ടീനോ? അത് കുമ്പളങ്ങയുടെ കുട്ടിയാണ്. കുമ്പളങ്ങ എത്ര വലിപ്പം ഉണ്ടാവുള്ളൂ? ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ. തടി കുറയാനേ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണെന്നുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചാൽ തടി കുറയും. വെറുതെ രാവിലെ വെറും വയറ്റിൽ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അറിവുള്ളവരൊന്ന് പറഞ്ഞു തരണേ. പച്ചക്കറി കച്ചവടക്കാർക്ക് അവർക്ക് നല്ലതാണ്. പച്ചക്കറി കച്ചവടക്കാർക്ക് അത്ര നമുക്ക് നല്ലതാണ്. വെളുത്തുള്ളിയില് നോക്കിയൊക്കെ കാട്ടിക്കണത്. വെളുത്തുള്ളി ഇല്ല എന്താടി കാട്ടുന്നത് ചോദിക്കണോന്ന്. അല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ അറിയാം. ഓ അപ്പയ്ക്ക് അവിടെ എത്തി. 12 മണിയുടെ ബസ് വന്നു കേട്ടോ. ഇനി 1 മണിയാണ്. പണി കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? എന്തെങ്കിലും ഒരു പടം കാണാം അല്ലേ? വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ പെയ്യില്ലേ? തുണി തീരുമാനം ഒരാളോട് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറഞ്ഞതാണ്. ആ ആൾ ഇതവിടെ വന്നിട്ട് ഇരിക്കുന്നു കണ്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തിരുമ്പും എന്താ സിൽമയ്ക്ക് പോകണ്ടേ ചോദിക്കണ്ട കേട്ടോ. ഇവര് അച്ചു പറഞ്ഞു അവൾക്ക് ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് കാണാൻ പോകണ്ട.
അപ്പോൾ ഞങ്ങൾ എത്ര ടിക്കറ്റ് എടുക്കണം? കുട്ടികൾ എത്ര പേരാ? കുട്ടികൾ 5 കുട്ടികൾ. 5 കുട്ടികളും എന്താ ഇല്ലല്ലോ. ഉണ്ണിയേട്ടൻ, പൊന്നൂട്ടിയേട്ടൻ, എന്താ അച്ചുചേ 7 കുട്ടികൾ എങ്ങനെ വരിക? അച്ഛൻ കൂടിയും കൂട്ടി 9 പേര് അല്ലേ? ഇല്ല, സത്യമായിട്ടില്ല. ഏതാ ഇയ്യല്ലേ? അവള് പറയുന്നുണ്ട് അവള് അടിച്ചു വരിട്ടാ. പ്ലാസ്റ്റിക്കിന്റെ ഏതായാലും കുഴപ്പമില്ല. അമ്മേനോടല്ല എന്താ എന്നോട് ചോദിച്ചാൽ മാത്രമേ ഞാൻ മറുപടി പറയാൻ പാടുള്ളൂ. നമുക്കേ ഈ ഒരു സംഭവം ഞാൻ പിന്നെയും പറയട്ടോ, ഇത് വെച്ചതും കൊണ്ട് നമുക്ക് എത്ര വെള്ളം പോവുകയാണോ എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം പോവില്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റും. പക്ഷെ മറ്റേ ടാപ്പില്ലേ അതിനേക്കാട്ടിലും പെട്ടെന്ന് വെള്ളം പിടിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ചോറ് വയ്ക്കാനോ അല്ലെങ്കിൽ വെള്ളമാവില്ല. പക്ഷെ അല്ല ഇപ്പം അതെന്താ വേറെ കുടുങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും കഴിയണ വരെ അമ്മ ഇരിക്കും കേട്ടോ. എല്ലാവരും കഴിയണ വരെ. എന്നിട്ട് ലാസ്റ്റാണ് അമ്മൂട്ടിയുടെ ഒരു ഭക്ഷണം കഴിക്കലുണ്ടാവുള്ളൂ. അമ്മൂന് വലിയ പാത്രത്തിൽ ചോറ് കൊടുക്കുന്നത് ഇഷ്ടമില്ല. എല്ലാവരും കഴിക്കൽ കഴിഞ്ഞു. നമ്മൾക്കില്ലേ ഉമ്മനേരി പോകണം. അയ്യോ, ഞാൻ റബ്ബർ തൊടിയിൽ നിന്ന് വിറക് കൊണ്ടുവന്നില്ലേ, അത് ചെറുതായിട്ട് ചതിൽ പിടിച്ചു കേട്ടോ. ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ ചതിൽ പിടിച്ചു. അതൊക്കെ വെറ്റിട്ടു. ഇനി ഈ ചക്കടി മാങ്ങടി സമയം വന്നു കഴിഞ്ഞല്ലേ ഈച്ച പൊത്തിയിട്ട് എന്തോ ഒരു ഈച്ച വെച്ചിട്ടാ. ഇതാണ്ടോ ഇപ്പോൾ കൂടെയൊക്കെ ഫുള്ളും എന്ത് ചെയ്തു, ഉപ്പുവെള്ളം തളിച്ചിട്ടും വയ്യ, എന്ത് തളിച്ചിട്ടും വേണ്ട, പിന്നെയും അവിടെ ഈച്ച ഉണ്ടാവും. അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് അട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടേ ഇപ്പം നമ്മൾ അട ഉണ്ടാക്കാനും ഇതിനൊക്കെ പോട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കണ്ട. പുഴുങ്ങല്ലരി, പച്ചരി, ഉഴുന്ന്. അപ്പം ഇനി അത് അരയ്ക്കണം. വൈകുന്നേരം കുറച്ച് ഇന്നലെ 4 മണിയൊക്കെ ആകുമ്പോൾ നല്ല മഴയായിരുന്നേ. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ അവിടെ ടി വി ആണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ടിൽ ടി വി കാണാനും പറ്റില്ല. നമ്മൾ അതുകൊണ്ടാണ് വീഡിയോ സൗണ്ടല്ല സമയം കുറച്ച് കമ്മിയാക്കണം കേട്ടോ. അവർക്ക് വരുമ്പോൾ കുറച്ച് നേരം കാണുകയൊക്കെ ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടി. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് കാണാം.